ഹലോ നമസ്കാരം. ഞാൻ നമ്മുടെ കേരള സർക്കാരിനോടാണ് ചോദിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഷാരൂൺ വധക്കേസിലെ അവളിനെ ഏതാണ്ട് കോളേജിലോ PSC എഴുതാനോ പരീക്ഷ എഴുതാനോ കോളേജിൽ ചേർത്തി പഠിക്കണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊരു 2 വാക്ക് പറയാമെന്നാണ്. ഞാൻ അന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള സർക്കാർ ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കണതെന്ന് ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, കേരള സർക്കാർ ചിന്തിക്കുന്നതിന് ഇങ്ങനെ ജയിൽ പുള്ളികളെ കൊണ്ടുപോയിട്ട് പാവപ്പെട്ടവരുടെ നികുതിപ്പണം കൊടുത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് മെസ്സേജാണ് ഈ സമൂഹത്തിൽ? ഇപ്പോൾ എല്ലാവരും ഇനി ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയാം, വല്ല പീഡനമോ വല്ല കൊലപാതകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് ജയിലിൽ പോയാൽ പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടാവും, സർക്കാരിൻ്റെ സംരക്ഷണം ഉണ്ടാകും, നല്ല ഭക്ഷണങ്ങൾ കിട്ടും, നല്ല ഡ്രസ്സുകൾ ഇടാം, പിന്നെ മൊബൈൽ ഉണ്ടാകും, പിന്നെ എന്തെങ്കിലും സൗകര്യം കഞ്ചാവ് കള്ള് പെണ്ണ് ഇല്ലെങ്കിൽ ആണ് അത് വേണമെങ്കിൽ സൗകര്യം ചെയ്തു കൊടുക്കും ജയിലിൽ. അപ്പോൾ എൻ്റെ ചോദ്യം, കേരള സർക്കാരിൽ നമ്മുടെ ആ പരീക്ഷ എഴുതാനും PSC എഴുതാനും ചെയ്യാനും ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ പറയുന്നത്, ഇത് വെച്ച് നോക്കുമ്പോൾ പറയുന്നത് പിടിച്ചുപറി, കൊലപാതകം, പീഡനം. ഇനി നമ്മുടെ കോളേജിലുകളിലത്തെ സർട്ടിഫിക്കറ്റുകളൊന്നും ഇനി വേണ്ട. നമ്മൾക്ക് പഠിച്ച് PSCയിൽ ജോലി വേണമെങ്കിൽ ക്വാളിഫിക്കേഷൻ പീഡനം, പിടിച്ചുപറി, കൊലപാതകം. അത് കൊലപാതകം എണ്ണം കൂടുന്തോറും നമ്മളുടെ സ്റ്റാൻഡേർഡ് കൂടിക്കൂടി വരും. അതായത് പഠിപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഒന്നോട്ട് നമ്മളിങ്ങനെ കയറി വരും പോലെ കൊലപാതകങ്ങൾ 1, 2, 3, 4 അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ PSC പരീക്ഷയിൽ റാങ്കിൽ നമ്മൾ പെടും. കൊലപാതകം കൂടുന്തോടും PSC റാങ്കിൽ ലിസ്റ്റിൽ വരുന്ന ഫസ്റ്റ് കൊലപാതകം കൂടുന്നതോട് കൂടിയിട്ടാണ് വരുന്നത്. തമാശാണ്, ചിരിയാണ് വരുന്നത്. നമ്മളുടെ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ, ഈ ഷാരൂൺ വധക്കേസിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ, ജോളിൻ്റെ ഇപ്പോൾ ഈ 2 പേരിനെയാണ് നമ്മൾ മീഡിയയിൽ കണ്ടിരിക്കുന്നത്. ഇവരിനെ പരീക്ഷ എഴുതാൻ പഠിപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഈ സർക്കാർ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഇതിൽ കൂടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്ര PSC എഴുതി ജോലി കിട്ടാതെ മുട്ടുകുത്തി ഇഴഞ്ഞ് വരെ നടന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊന്നും ജോലി കിട്ടിയോ കിട്ടിയില്ലയോ, പാവങ്ങൾ എന്ത് ചെയ്തോ ചെയ്തില്ലയോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ വളരെ മോശമായിട്ടാണ് നമ്മുടെ കേരളത്തെ കാണുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ അക്രമ നാടായിട്ടാണ് ഇപ്പോൾ തന്നെ നമ്മളുടെ കേരളത്തിനെ ഞാൻ കാണുന്നത്. കേരളത്തിൽ ജീവിക്കാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ കൊലപാതകം, പീഡനം, പിടിച്ചുപറി, കക്കൽ, കഞ്ചാവ് വിൽക്കൽ, കള്ള് കുടിക്ക്, കള്ള് വാങ്ങി കാര്യമായിട്ട് കള്ളത്തരത്തിൽ വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് സുഖസുന്ദരമായി ജയിലിൽ ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് കട്ടിൽ ഉറങ്ങി ഭക്ഷണവും കഴിച്ച് വേണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ പഠിക്കേണ്ട, ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാം, അടുത്ത ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ സുഖം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജയിലിലാണ്. അപ്പോൾ എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങളോടൊക്കെ, നമ്മുടെ കേരളത്തിലെ എല്ലാവരോടും ഞാനൊരു അപേക്ഷ വയ്ക്കുകയാണ്. പറ്റുമെങ്കിൽ പീഡിപ്പിക്കുക, പറ്റുമെങ്കിൽ പിടിച്ചു പറിക്കുക, പറ്റുമെങ്കിൽ കൊലപാതകം ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു 10 പേരിനെങ്കിലും കൊല്ലാൻ നോക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ കോടതിയും നമ്മുടെ കേരളത്തിലെ സർക്കാരും PSC പരീക്ഷ എഴുതാനും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരാനും ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് ഇനി ഷാരൂൺ വധക്കേസും ജോളിയെ പോലെ ആയാൽ മതി. നമ്മൾ ഏറ്റവും വലിയ നല്ല മനുഷ്യരായി എന്ന് തെളിയിക്കാൻ ജോളിയും ഗ്രീഷ്മ എന്ന് പറയുന്ന ആ നാറിപ്പെണ്ണും കൂടിയിട്ടുള്ള പണിയാണ്. ഇതിൽ മരിച്ചുപോയ ആൾക്കാർക്ക് എന്ത് നീതി കിട്ടി എന്ന് സർക്കാർ ചിന്തിക്കുന്നത് ശരിക്കു പറഞ്ഞ
ഒരമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടു. ഒരു വീട്ടിൽ 6 പേരാണ് മരിച്ചത്. 6 പേര്. ആ കുടുംബത്തിന് എന്ത് നീതി കിട്ടി? ഒരമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു, അതാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ആ ഒരു കുടുംബത്തിലെ എല്ലാവരും മരിച്ചുപോയി. അപ്പം ഈ മരിച്ചു കഴിഞ്ഞവരിൻ്റെ വീട്ടിനും അവരിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് സഹോദരികൾക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? എന്തെങ്കിലും കിട്ടിയോ? പുച്ഛമാണ് എനിക്ക് സർക്കാരിനോട്, പുച്ഛം. അതിന് ഏത് സർക്കാരായാലും ഇമാതിരി ഒന്നും ജയിലിൽ കൊണ്ടുപോയിട്ട് ഈ ജനങ്ങളിൻ്റെ നികുതി പണം എടുത്തിട്ട് ഇത്രയും വൃത്തികെട്ട ഏർപ്പാട് ചെയ്ത സർക്കാരിനോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. നിയമത്തോടും വിശ്വാസമില്ല എനിക്ക്. നിയമത്തിലും വിശ്വാസമില്ല, പോലീസിന് വിശ്വാസമില്ല, സർക്കാരിന് വിശ്വാസമില്ല, ആരിനും എനിക്ക് വിശ്വാസമില്ല. ജോലിയെടുത്ത് ജീവിക്കുക, മരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾക്ക് നിയമം കിട്ടും എന്ന് ചിന്തിച്ചാരും വിചാരിക്കണ്ട. നിയമത്തിൽ സുഖസുന്ദരമായ ജീവിതം, ക്വാളിഫിക്കേഷൻ, നമ്മൾക്ക് പരീക്ഷ എഴുതാനും പഠിക്കാനും എല്ലാത്തിനുള്ള ക്വാളിഫിക്കേഷൻ കൊലപാതകത്തിൻ്റെ എണ്ണമാണ്. അത് കണക്കാക്കിയിട്ട് സർക്കാർ നമ്മൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ ഓക്കെ, ബൈ.